നന്ദിയുണ്ട് ഗുരുദേവ. അങ്ങന്റെ ജീവൻ രക്ഷിച്ചില്ലേ? ശിവാനി, എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാം മതിയാക്കൂ. നാഗലോകത്തിലേക്ക് തിരിച്ചു വരൂ. അവിടെ തന്നെയാണ് നീ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. തൃശൂർ, ത്രിവിക്രമൻ, ഇവർക്കിടയിൽ നിന്ന് നിന്റെ ആദിശേഷൻ ആരാണെന്നുള്ള കാര്യം നീ കണ്ടുപിടിച്ചേ മതിയാവും. ഇനി അങ്ങോട്ട് യാതൊരു കാരണവശാലും നിനക്ക് തെറ്റ് സംഭവിക്കരുത്. ശത്രുക്കൾ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മുൻപോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും. തോൽക്കാൻ പാടില്ല. ഇല്ല ഗുരുദേവ, തീർച്ചയായും ഇപ്രാവശ്യം വിജയം കൈവരിച്ചിട്ടേ ഞാൻ വരൂ. എന്നെ അനുഗ്രഹിച്ചാലും വിജയശ്രീയായി വരും. ഞാൻ ദേഷ്യപ്പെടും. എനിക്കില്ലാത്ത സന്തോഷം ഇവിടെ ആരും അനുഭവിക്കണ്ട. വേണ്ടപ്പെട്ട ഒരുത്തൻ അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ സന്തോഷിക്കാൻ പറ്റില്ല എനിക്ക്. ആരത്? എന്തു പറ്റി? എന്റെ ഫ്രണ്ട് ഒരാൾക്ക് ആക്സിഡന്റ് ആയി. അവൻ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാ. ആരത്? ഞാനൊന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഐ നീഡ് സം ഫ്രീ സ്പേസ്. ഇല്ല, അവളെ കാണുന്നില്ല. എന്റെ ദിവ്യദൃഷ്ടിയിൽ പോലും കാണാൻ കഴിയാത്ത ആ മായാശക്തിയെ കാണിച്ചതാ. ഗുരുക്കളെ, ഇതെന്താ ഇങ്ങനെ ഒരു പരീക്ഷണം? അങ്ങയുടെ മന്ത്രശക്തിയെ വെല്ലാൻ കഴിവുള്ള ആ അത്ഭുത ശക്തി ഏതാണ് ഗുരു? ഇതുവരെ എനിക്കൊരു സംശയവും തോന്നിയിരുന്നില്ല ആ മഹാശക്തിയെ പറ്റി. അന്ന് ദിഗ്വിജയന്റെ വീട്ടിൽ കണ്ടവളെ ഓർമ്മയില്ലേ? അവളെയാണ് എനിക്കേറെ സംശയം. ഗുരു, അന്ന് അവളുടെ വീട്ടിൽ പോയി അവളുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അനുഗ്രഹിച്ചാൽ എനിക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നത് ആര് തന്നെ ആയാലും അവരുടെ പരമ്പര തന്നെ ഞാൻ അഗ്നിക്കിരയാക്കും. കപാലി! ഭദ്ര, ഗുരുക്കളെ, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ആയിക്കോട്ടെ ഗുരുക്കളെ. പോയി വിജയം കൈവരിച്ചു വരൂ. ആക്കിയെടുക്കാൻ പറ്റും. അസുഖം? അതെ മാഡം. നിങ്ങൾക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് നല്ല വിഷമായി പോയി. മാഡം, ഈ ലോകത്ത് ക്യാൻസർ ബാധിച്ചവരായിട്ട് ഇപ്പൊ എത്ര ആൾക്കാരുള്ളേ? ക്യാൻസർ അതിപ്പോ വലിയ രോഗമൊന്നല്ല. നിങ്ങൾ ആ റിപ്പോർട്ട് കണ്ട ഉടനെ നീലിമലയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീലിമലയിലോ? അതിന് ഞാനങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെന്തിനാ ആ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി എടുത്ത് അവിടേക്കുള്ള വഴി? നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കോ എന്നുള്ളൊരു പേടിയില്ല ഞാൻ എങ്ങനെയൊക്കെ. മാഡം എല്ലാം വിട്ടേക്ക്, അതെല്ലാം സാരമില്ലെന്നേ. ആ മാഡം, നിങ്ങൾ അവിടേക്ക് വരാതിരുന്നത് വളരെ നന്നായി. അവിടെ ഒരു ഭയങ്കര കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു വലിയ പാമ്പിനെ കണ്ടത് മാഡം. ആ പിന്നെ ആ പാമ്പ് ഒരു മനുഷ്യനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കോ എന്നുള്ളൊരു പേടിയില്ല ഞാൻ എങ്ങനെയൊക്കെ. മാഡം എല്ലാം വിട്ടേക്ക്, അതെല്ലാം സാരമില്ലെന്നേ. ആ മാഡം, നിങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത് നന്നായെന്നേ. ഞാനുണ്ടല്ലോ അവിടെ ഒരു ഭീകര കാഴ്ച കണ്ടു.
എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അവിടെ വലിയൊരു പാമ്പിനെ കണ്ടു. ഓ, ആ പാമ്പാണെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുക. പാമ്പിനെ കണ്ടെന്നോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടാവാൻ? ഒന്നും ഉണ്ടായില്ല. ഞാൻ അപ്പ തന്നെ തലറിഞ്ഞ് വീണു മാഡം. ബോധം വന്നപ്പോ തിരിഞ്ഞു പോലും നോക്കാതെ ബൈക്ക് എടുത്തുകൊണ്ട് പറന്നിങ്ങ് പോന്നു ഞാൻ. ഓ ആണോ? ശരി മാഡം, അതൊക്കെ വിട്ടേക്ക് മാഡം. ക്യാൻസറിനെ കുറിച്ചൊന്നും ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ വിഷയം ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ട് കണ്ടു. എനിക്ക് പതുക്കെ ശ്രദ്ധിച്ച്. ആരാ നിങ്ങള്? എന്താ പറ്റിയത്? എങ്ങനെ വീണത്? ഞാനിവിടെ അടുത്തുള്ള സ്ട്രീറ്റിലെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ആളാ. അവരെന്നെ അവിടുത്തെ ജോലി നിന്ന് പറഞ്ഞു വിട്ടു. കഴിക്കാനും ഒന്നും തന്നില്ല. അതാ തല ചുറ്റി വീണത്. അയ്യോ ശരി, ബാ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോ എല്ലാം ശരിയാവും. ശ്രദ്ധിച്ച്. എഴുന്നേക്ക്. സത്യം. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരും പേടിക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് നമ്മുടെ ഒരുമയാണ് നമുക്ക് രക്ഷയാവുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ചെയ്താ ഒന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇല്ല 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 ഇല്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ശരിയായിക്കോട്ടെ. ഗുരുക്കൾ പറഞ്ഞത് ഇങ്ങനെയാ. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആരും പുറത്തു പോകരുത്. ഇത് കഴിക്കും. നോക്കുമോളെ, ഇത് വെച്ചോ. ഈ ക്യാഷും കൊണ്ട് വീട്ടിലോട്ട് പൊയ്ക്കോളൂ. നീലി, കഴിച്ചോണ്ടിരിക്കല്ലേ, അതൊന്ന് കഴിഞ്ഞോട്ടെ. അയ്യോ, വെള്ളം വെള്ളം എടുത്തിട്ട് വാ. പതുക്കെ പതുക്കെ. ഒരു മിനിറ്റ്. ഇങ്ങതാ. നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ? ഇതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് നല്ല മനസ്സാന്ന് പറഞ്ഞു. നിങ്ങളെപ്പോ ഒരാൾ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾ പോയ ഹോസ്പിറ്റലില്ലേ, അതിന്റെ മുതലാളി എന്റെ അച്ഛന് നല്ല പരിചയമുള്ളതാ. നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് തരാനായിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേക്കാം. ഫോറിനിലൊക്കെ ക്യാൻസറിന് നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നേ. ടെക്നോളജിക്ക് ഇപ്പൊ വളരെ അഡ്വാൻസ്ഡാ. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മാഡം ടെൻഷൻ അടിക്കരുത്. ഞാൻ എന്തായാലും ഇറങ്ങാം. ടേക്ക് കെയർ മാഡം. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. അവനാള് ശരിയല്ലാത്തോണ്ട് കിട്ടേണ്ടത് കിട്ടി. ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ എന്നോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത്? മുൻപ് നമ്മുടെ മകനെ പാമ്പ് കടിച്ചില്ലേ? അവനെന്താ മോശക്കാരനാണോ? പാവം, അവനെന്തെങ്കിലും പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവനെന്തിനാ പാമ്പ് കടിച്ചത്? നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും നമ്മുടെ മകനും എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നാ. അത് വേറെ ഇത് വേറെ, രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അതും ഇതും എല്ലാം ഒന്ന് തന്നെയാ. അദ്ദേഹത്തെ കടിച്ചതും പാമ്പ് തന്നെയല്ലേ? പാവം, നമ്മുടെ മകനെ പാമ്പ് കടിച്ചപ്പോഴും ഒരു പൈസ പോലും വാങ്ങാതെ ചികിത്സിച്ചില്ലേ? അവരെ പറ്റി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്കെന്തോ ശരിയായി തോന്നുന്നില്ല. ഏയ്, നിന്റെ ശരിയും തെറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അങ്ങനല്ലേ ചേച്ചി? ഏയ്, അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ആരും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് കാണുന്നില്ല. എന്നാലും ചേട്ടാ, നീ ഈ കാര്യങ്ങളൊക്കെ വേറെ ഏതോ രീതിയിലേക്ക് ചിന്തിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം ഇപ്പൊ കോമൺ ആണ്. കാട്ടിലെ പാമ്പിന് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് അതിപ്പോ നാട്ടിലേക്ക് വന്ന് ആരെയൊക്കെ കടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കി ഇപ്പൊ നടക്കാനാവോ? ഐ ഡോണ്ട് നോ വീണ. ഇതെല്ലാം ഭയങ്കര വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയാ മോനെ,
ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളോട് എന്തായാലും നമുക്കിത് ചോദിക്കണം. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ ചേച്ചി, ഇല്ലെങ്കിൽ അത് അപകടമാവും. ഇതിനിപ്പോ എന്ത് പൂജ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഭയങ്കര വലുതായിരുന്നു അത്. മനുഷ്യനേക്കാളും വലിയൊരു പാമ്പ്. അതിനങ്ങനെ പാമ്പെന്നൊന്നും പറയാൻ പറ്റില്ല, സർപ്പെന്ന് വിളിക്കേണ്ടി വരും. അതിനെ കണ്ടപ്പോ തന്നെ എന്റെ ബോധം അങ്ങ് പോയി. ആണോ? എങ്ങനെയുള്ള പാമ്പായിരുന്നു? ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിൽ കണ്ട അതേ പാമ്പ്, അതേ വലിപ്പം, ദേഹത്ത് കണ്ട അതേ പുള്ളികളും. നീ എന്തൊക്കെയാ പറയുന്നേ? സെയിം ടു സെയിം അച്ഛാ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് കണ്ട് പേടിച്ച് ഞാൻ ബോധം കെട്ട് വീണോടെ. പിന്നെ കുറെ സമയം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ്, അപ്പൊ നോക്കുമ്പോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പേടിച്ച് തിരിഞ്ഞു പോലും നോക്കാത്ത ജീവനും കൊണ്ട് ഓടി. ആ പാമ്പ് നിന്നെ കണ്ടിട്ടുണ്ടാവോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. എന്തായാലും നന്നായി. അച്ഛാ, എങ്ങനെയുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്? എന്തെങ്കിലും സീരിയസ് ആയിട്ട്? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാനും മുതലാളിയും വേറൊരു കാര്യത്തിന് വേണ്ടി അവിടെ വരെ ഒന്ന് പോയത്. പാമ്പ് കടിയേറ്റ് കിടക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. നീ ചുമ്മാ ടെൻഷൻ ആവല്ലേ. അങ്ങനെയാണോ? സാറില്ല, വിട്, എന്തായാലും നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമായേനെ. ഞാനും അവിടെ ഉണ്ടായിരുന്നതല്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഞാനും അപ്പം ആകെ പേടിച്ചു പോയെന്നേ. ഭാഗ്യം, അദ്ദേഹത്തിന് ജീവൻ ആപത്തൊന്നുമില്ലല്ലോ. അച്ഛാ, അദ്ദേഹമാണെങ്കിൽ എത്ര പേരെ രക്ഷിച്ചിട്ടുള്ളതാ. അതിന്റെ പുണ്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടാതിരിക്കോ? യാദൃശ്ചികമായിട്ട് കണ്ടതാ. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ആണോ? നന്നായി. എവിടെയുണ്ടെന്നാ പറഞ്ഞു? ട്രീറ്റ്മെന്റ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഹോസ്പിറ്റലിലാ. ഓ, ഓക്കെ ഓക്കെ. നോക്ക്, നിങ്ങളുടെ ക്യാൻസറിനെ പറ്റി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറോട് സംസാരിക്കാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു മാഡം. ബൈ, ടേക്ക് കെയർ. ബൈ. അവന് നമ്മളോട് വെറുപ്പാ. അവനോട് കാര്യങ്ങൾ തുറന്നു ചോദിക്കുന്നവരെ അവന് വെറുപ്പാ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നിനക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും അവനെ ജീവനോടെ വിടില്ല സാമ്പ. അവൻ എന്നെ കാണുന്നത് തീരെ ഇഷ്ടമല്ല. അവനെ കണ്ടാൽ എനിക്കും കലി കയറും. നമുക്കൊക്കെ പിച്ച കാശ് തന്ന് വായടപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ. ഇപ്പൊ നോക്ക്, നിനക്ക് ഈ ഗതിയായില്ലേ? ഇല്ല സാമ്പ, വിടില്ല അവനെ ഞാൻ. നിന്നെ എന്താണോ അവൻ ചെയ്തത്, അതിന്റെ 10 മടങ്ങ് ഞാൻ അവനെ തിരിച്ചു കൊടുത്തിരിക്കും. എനിക്ക് മനസ്സിലായി. എന്താ കറക്റ്റ്. കുഴിയില്ല, വളരെ ആഴമുള്ളൊരു കുഴിയില്. അതിന് തന്നെ കയറിപ്പോരെന്ന് എനിക്ക് അറിയില്ല ബോസ്. വീണ് പോയി ഞാൻ. കയറി വരാൻ ഒരു മാർഗവും ഇല്ല. ഇനി ഒരു മാർഗം ഉണ്ടാവാനും സാധ്യതയില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് യാതൊരു രൂപവുമില്ല. ഹലോ 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 റിലാക്സ് റിലാക്സ്. എന്താണത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? അല്ല, ഏത് നേരം വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന നീ ഇത് നിനക്ക് ചേരുന്നില്ല. കൊച്ചുമുതലാളി, ഒന്നുമില്ല. അത് പിന്നെ തൃശൂർ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇറ്റ്സ് ഓക്കെ, ടെൽ മീ. കുഴപ്പമില്ല, നീ പറടാ. അത് പെൺകുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിലൊക്കെ എന്തെങ്കിലും അസുഖം വന്നാ അതൊക്കെ മാറിപ്പോകുന്നതല്ലേ? ഏത് പെൺകുട്ടിയെ മോനെ? എന്ത് പറ്റി? എന്താ കാര്യം? അത് അമ്മേ, എനിക്കറിയാവുന്ന ഫാമിലിയിലെ കുട്ടിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് സീരിയസ് ആണത്. ജീവന് പോലെ ആപത്താ. അവര് കുറച്ച് ക്രിട്ടിക്കലാ. അവർക്ക് എന്തെങ്കിലും ആവോന്ന് ഓർത്ത് എനിക്ക് ആകെ ഒരു പേടി. അമ്മ പറഞ്ഞു ശരിയാ, വളരെ കറക്റ്റായിട്ടുള്ള കാര്യം അമ്മ പറഞ്ഞു. ഇപ്പൊ ഈ സൈക്കോളജിയിലും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഞാൻ മനസ്സിൽ കണ്ടപ്പോ അമ്മ മാനത്ത് കണ്ടല്ലോ. അതുപോലെ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ നോക്കുന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാതെ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് കൊണ്ടാടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിറാക്കിൾ തന്നെ സംഭവിക്കാം. സോ ഡോണ്ട് വറി, ഓക്കെ? താങ്ക്സ് കൊച്ചുമുതലാളി. താങ്ക്സ് അമ്മേ.
എന്തിനാ മോനെ താങ്ക്സ് ഒക്കെ? എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തന്നു. അത് വലിയ കാര്യമാണോ? എനിക്കിത് വലിയ കാര്യമായിട്ടുള്ള വിഷയം, വളരെ പ്രധാനപ്പെട്ടത്. അവനെങ്ങനെ നമ്മൾ അബദ്ധവശാല് അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിലേ എന്താകുമായിരുന്നു? ഓർക്കുമ്പോ തന്നെ വല്ലാത്ത ടെൻഷനാ മുതലാളി. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? എന്തിനാ മറച്ചു വെച്ചേ? അതല്ല മുതലാളി, അവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പൊ ആ കാര്യം സൂചിപ്പിച്ചത്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി പോയി. എന്താണെന്നറിയോ മുതലാളി, അവൻ സ്വപ്നത്തിൽ കണ്ട പാമ്പില്ലേ, അതുപോലത്തെ പാമ്പാണത്രേ സാംബശിവന് വരിഞ്ഞ് മുറുക്കിയിരുന്നു. അതേ പാമ്പ്, അതേ നിറം, പക്ഷെ മനുഷ്യനൊക്കെ കുറെ വലുതായിരുന്നെന്നാ പറഞ്ഞേ. അത്രയ്ക്ക് ഭീകര കാഴ്ചയായിരുന്നു. ഇങ്ങനൊരു കാര്യം ഇത്രയും കഴിഞ്ഞിട്ടാണോ എന്നോട് പറയുന്നത്? അറിഞ്ഞ ഉടനെങ്കിലും പറയണ്ടായിരുന്നോ? ഛേ, പോവാം, ഇനി സമയം കളയാനില്ല. എത്രയും വേഗം ഗുരുക്കളെ കാണണം. മുതലാളി, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് എന്തിനാ ഇങ്ങനൊരു ഗതി? എന്തൊക്കെ നുണയാണ് അവൻ പറഞ്ഞു നടക്കുന്നത്? അവൻ ചെയ്യുന്ന ചതികളൊന്നും നമുക്ക് മനസ്സിലാവാതിരിക്കാൻ ഒരു പാമ്പിന്റെ കഥയുണ്ടാക്കിയിരിക്കുന്നു. എന്ത് ചെയ്യാനാ? സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നീ കണ്ണു തുറന്നേ പറ്റൂ. നീയല്ലാതെ എന്നോട് സത്യം പറയാൻ വേറെ ആരുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം കൂടി നീ കേട്ടോ സാംബശിവ, സത്യം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പുറത്തു വരും സാംബ. അന്ന് അവന്റെ അവസാനമായിരിക്കുമെന്ന് ഉറപ്പാ. എന്റെ അത്രമേറ്റു ഭയന്നു പോയ നാഗങ്ങൾ ഓടി ഒളിച്ചിട്ടുണ്ടാകണം. എന്റെ മന്ത്രശക്തികൾ നിങ്ങളെയെന്നും സുരക്ഷിതരായി നോക്കിക്കോളും. നിങ്ങൾ ആരെങ്കിലും സാംബശിവനെ കാണാൻ പോവുകയാണെങ്കിൽ നാഗങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് സത്യങ്ങൾ അറിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. നിന്റെ സുഹൃത്തുക്കളോടും ശ്രദ്ധിക്കാൻ പറയണം. ശരി ഗുരുക്കളെ, എന്നാ ഞങ്ങൾ വരട്ടെ. വിജയ് ഭവ. നീ എന്തിനാ അതറിയുന്നേ? സമ്രാട്ട്, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. ഓഹോ, ഞാൻ പറയുന്നതെല്ലാം നിനക്ക് തമാശയാണല്ലേ? എടാ ഇഡിയറ്റ്, പറയുന്ന കേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ, പുതിയ നാടകത്തിന്റെ കഥ കേൾപ്പിക്കാനാണോ? എടാ 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 എടാ, ഞാൻ നിന്റെ ശത്രുവല്ല. ആദ്യം ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. കാര്യം വളരെ സീരിയസ് ആണ് സമ്രാട്ട്. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? നോക്ക്, നീ അപായപ്പെടുത്താൻ നോക്കിയ നമ്മുടെ സുഹൃത്തില്ലേ സാംബശിവൻ, അതേ സാംബശിവന്റെ അടുത്താണ് ഞാനിപ്പോ ഉള്ളത്. എടാ എടാ എടാ, നീ എന്തിനാ അങ്ങോട്ട് പോയത്? വലിയ അബദ്ധമാണ് നീ കാണിക്കുന്നത്. എന്താ ഈ സാധനം ഇങ്ങനെ വഴിയിൽ വെച്ചിരിക്കുന്ന? ഒന്ന് എടുത്തു മാറ്റോ? നീലി, അവനെ വിടരുത്. അവന്റെ പിന്നാലെ നീ പോണം. പോ. ശരി ശിവാനി, ഒന്ന് മാറ്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നമ്മുടെ സാംബശിവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നാഗലോകത്തിലുള്ളവർ അവനെ കൊന്നുകളയാതെ ജീവൻ ബാക്കി വെച്ചത്. അങ്ങനെയാണെങ്കിൽ നീയും നന്ദീശനും കൂടല്ലേ സാംബശിവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഇപ്പോ അതിനുശേഷം ഞങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. സാംബശിവനെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അതുവരെ ഞങ്ങളെ ആരും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കണം. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? വേണ്ടാത്തതിനൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ എന്തായി നോക്ക്. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്ന് വല്ല ഐഡിയ ഉണ്ടോ? വെറുതെ ഇരിക്കടാ, അവൻ അറിയാതെ ചെയ്തതാ. വെറുതെ അവനോട് ചൂടാവാൻ നിൽക്കണ്ട. അവൻ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ വിശ്വാസം വരാതെ? ഇല്ലടാ, നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഞാനാ ഈ തെറ്റ് ഞാനാ ചെയ്തേ. എന്റെ കുഴപ്പം കൊണ്ടാ.
അതീവ ജാഗ്രതയോടെ തന്നെ പൊയ്ക്കോളാം. ഒരു തെറ്റിനുള്ള അവസരം പോലും ഞങ്ങൾ ഉണ്ടാക്കില്ല. ഒരു കാര്യം കൂടി ഓർക്കുക, ശ്രേഷ്ഠമാസം കഴിയുന്നതുവരെ നിങ്ങൾക്ക് പകൽ സമയത്ത് മാത്രമേ ശക്തി ഉണ്ടാവൂ. സന്ധ്യയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഗമായി രൂപമാറ്റമുണ്ടാവും. സൂര്യാസ്തമനത്തിന് മുൻപ് തന്നെ വീട്ടിലെത്തിച്ചേർന്നേ മതിയാവും. യാതൊരു കാരണവശാലും നിങ്ങളുടെ രൂപമാറ്റം പുറം ലോകം അറിയുവാൻ പാടില്ല. അറിഞ്ഞാൽ ആപത്താണെന്നറിയാമല്ലോ. ശരി ഗുരുദേവ, അങ്ങയുടെ ഉപദേശങ്ങൾ അമൂല്യമാണ്. വിജയീ ഭവ. അച്ഛനമ്മ നിന്നോട് എത്ര നേരമായിട്ട് ചോദിച്ചോണ്ടിരിക്കുക, നീ എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത്? ആയിക്കോട്ടെ കൊച്ചു മുതലാളി, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടും പോവില്ല. ഓക്കെ, ഞാനൊരു പെയിന്റിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നീ വീട്ടിലേക്ക് വാ, നമുക്ക് നോക്കാം. ആണോ? സത്യമാണോ? കുറെ നാൾക്ക് ശേഷം വീണ്ടും ബ്രഷ് കയ്യിലെടുത്തല്ലേ? ഇന്നെന്തോ എനിക്ക് പെയിന്റ് ചെയ്യാനൊരു മൂഡ് വന്നു, ചെയ്തു. നീ വാ, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം വന്ന് എന്തായാലും നന്നായില്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിൽ അവൻ എങ്ങോട്ട് പോവില്ല. പറഞ്ഞത് ശരിയാ. കൊച്ചു മുതലാളി കൂടെയുണ്ടെങ്കിൽ അവൻ പുറത്തേക്ക് എങ്ങും പോവില്ല. അതേപോലെ വലിയ മുതലാളി ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്കും വരില്ല. പെണ്ണുങ്ങളേക്ക് ഒരു കാര്യം. മുതലാളി, ഇത് സാംബശിവന്റെ ഫോണ്. നന്നാക്കി കൊണ്ടുവന്ന അന്ന് അവിടുന്ന് കിട്ടിയതാ. ഇതിലെന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ? പുതിയൊരെണ്ണം വാങ്ങിക്കൊടുക്കണം. അതുപോലെ ഇനി മുതൽ ചോദിക്കാതെയും പറയാതെയും സാധനങ്ങളൊന്നും എടുക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തന്നോളാം. ശരി കൊച്ചമ്മ. ശിവാനി, നീ ഇങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നീലി, പാവ അവരുടെ കഷ്ടം നമുക്കറിയില്ലല്ലോ. വെറുതെ വിഷമിപ്പിച്ചിട്ട് എന്തിനാ? ഇതൊക്കെ കണ്ടിട്ട് പേടിക്കണോ അതോ സന്തോഷിക്കണോന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദീശ. മുതലാളി, ഇതിൽ പേടിക്കല്ലേ വേണ്ടത്, സന്തോഷിക്കുന്നതിന്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. മുതലാളി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു സമയത്ത് ഇത്ര സമാധാനത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കാണെന്ന് മനസ്സിലാവുന്നുമില്ല. നോക്ക് നന്ദീശ, നാഗമാണിക്യം നമ്മുടെ കയ്യിലുള്ളതിനാ ഇങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നില്ല. വിചിത്രമായ ഒരു സാഹസത്തിനൊരുങ്ങുമ്പോൾ വരുന്ന പ്രതിബന്ധങ്ങൾ നമ്മൾ മറികടന്നല്ലേ പറ്റൂ. എന്നാലും മുതലാളിക്ക് പേടിയൊന്നും തോന്നില്ലേ? ഭയത്തെ മറികടന്നവനെ ജീവിക്കാനാവും നന്ദീശ. ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഭയമൊക്കെ ഉണ്ടാവും. അളവിൽ കൂടുതലായാൽ അമൃതം വിഷമാണെന്ന് പറയാറില്ലേ? അല്ല മുതലാളി, നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാനും ആ സർപ്പത്തിന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട എന്താവും ഗതി? അതാ ഞാൻ പറഞ്ഞത്, മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ ആലോചിച്ച് പെരുപ്പിക്കണ്ട. ആ പാമ്പ് നമ്മളെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അതാദ്യം എന്നെ അറ്റാക്ക് ചെയ്തേനെ. ഈ വിഷയത്തിൽ സാംബശിവനായിരിക്കട്ടെ അവസാനത്തെ ഇര. പറയുന്നത് കേൾക്കാതെ അവനായിട്ട് പോയി പെട്ടതല്ലേ. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാ വളരെയധികം സൂക്ഷിക്കണമെന്ന്. എന്നിട്ടും അവൻ എന്റെ വാക്ക് കേൾക്കാതെ നാഗശക്തിക്ക് ബലിയാടായി തീർന്നു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ത്രയംബകനെ വെല്ലുവാനായിട്ട് ആരാലും തന്നെ സാധ്യമല്ല.
ഗുരു, നമ്മുടെ കബാലി അവളുടെ നഖവും മുടിയും എത്രയും വേഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവ കിട്ടിയാൽ ഉടനെ തന്നെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൾ ആര്, അവളുടെ ഉദ്ദേശമെന്ത്, അവളുടെ ജന്മരഹസ്യമെന്തെന്ന് പോലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓ മസ്ത്രായ ഫട്ട് സ്വാഹ. എന്റെ സഞ്ചാരം ശരിയായ മാർഗത്തിലൂടെ തന്നെയാണ്. ഇതെല്ലാം അതിന്റെ ശകുനങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇങ്ങോട്ടെന്തിനാ വന്നത്? തെറ്റായിപ്പോയി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയല്ല സുരേഖെ, നീ ഇവിടുത്തെ വീട്ടുജോലി മാത്രം നോക്കിയാ മതിയാകും. എനിക്ക് വെറുതെ ഇരിക്കുമ്പോ എന്തോ പോലെയാ. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതാ ഇഷ്ടം. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്. നിനക്ക് ബോറടിക്കുമ്പോ അവിടെ ഒരു TV ഇരിപ്പുണ്ട്, നീ TV കണ്ടോണ്ടിരുന്നോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗുരുക്കളാണെങ്കിൽ നഖവും മുടിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാ. ക്ഷമിക്കും മാഡം, ഞാനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. പൊട്ടനാ ഞാൻ, പൊട്ടൻ. മനസ്സിലുള്ളതൊക്കെ നേരെ അങ്ങ് തുറന്നു പറയാൻ പാടില്ലെന്ന് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല. ഈ മൈൻഡ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണോ ഫീഡ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഈ നാവില് ടൈപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. നോക്ക്, ഇപ്പോഴും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ട, ഞാൻ പൊക്കോളാന്നേ. ശരി ശരി, ഞാൻ പോവാ.